മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്നലെ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ ബിൻസിയും മസ്താനിയും തമ്മിലുള്ള ഒരു വഴക്കാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. ഇന്നലെയാണ് മസ്താനി ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തിയത്. അപ്പോൾ മുതൽ ബിൻസി മസ്താനിയോട് സംസാരിക്കുവോ എന്തിനോ ഒന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. മസ്താനിയും ബിൻസിയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ശാരികയാണ് മുൻകൈ എടുത്ത് മസ്താനിയെ വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ മസ്താനി ചോദിക്കുന്നുണ്ട്, ബിൻസിക്ക് എന്തെങ്കിലും പ്രശ്നം എന്നോടുണ്ടോ എന്നൊക്കെ. അവിടെ നിന്നായിരുന്നു ഈ ഭീകരമായ വഴക്കിന്റെ തുടക്കം. കാര്യം വേറൊന്നുമല്ല, ബിൻസി സെക്കൻഡ് വീക്കിൽ എവിക്റ്റായി പോയതാണ്. അതിനുശേഷം മസ്താനി ബിൻസിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. ആ സമയത്ത് മസ്താനി ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ബിൻസിയോട് ചോദിച്ചത്. അതായത് അപ്പാനിയുമായിട്ട് ഇഷ്ടത്തിലാണോ, ആ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ബിൻസിയോട് ചോദിച്ചത്. അതിന്റെ പേരിൽ ഒരുപാട് ട്രോമ ബിൻസി അനുഭവിച്ചിട്ടുണ്ടെന്നും ആ ഇന്റർവ്യൂവിന് ശേഷം ബിൻസിയുടെ പേരിൽ ഒരുപാട് ട്രോളുകൾ ഇറങ്ങി. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ബിൻസിയുടെ മനസ്സിലുണ്ട്. ആ ഒരു കാര്യം കൊണ്ടാണ് മസ്താനിയെ മൈൻഡ് ചെയ്യാത്തതും സംസാരിക്കാത്തതുമെല്ലാം. സത്യം പറഞ്ഞാൽ ഇത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്ന പ്രശ്നമല്ല, പുറത്തുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോഴും ഇവർ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ മസ്താനി ചോദിക്കുന്നത്, നിനക്ക് ഇന്റർവ്യൂവിലെ ചോദ്യങ്ങൾ ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ അപ്പോൾ നിനക്ക് തുറന്നു പറയാമായിരുന്നു. നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കില്ലായിരുന്നു എന്നും മസ്താനി പറയുന്നുണ്ട്. അപ്പോൾ ബിൻസി പറയുന്നത്, 1.5 മണിക്കൂറിന് ഇന്റർവ്യൂവിൽ 45 മിനിറ്റും നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചോദിച്ചതും സംസാരിച്ചതും. എന്തേലും ആയിക്കോട്ടെ, ചെയ്തതും പറഞ്ഞതുമെല്ലാം നിനക്ക് തന്നെ തിരിച്ചു കിട്ടിയല്ലോ. അതാണ് കർമ്മ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ബിൻസി ഈ ദേഷ്യപ്പെടുന്ന സമയത്തെല്ലാം മസ്താനി വളരെ ശാന്തമായിട്ടിരുന്ന് വളരെ നോർമലായിട്ടാണ് ബിൻസിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ മസ്താനിക്കും ട്രിഗറായി. മസ്താനിയും തിരിച്ചു പറഞ്ഞു, നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ, ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ ഇറക്കി വിട്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ നിന്നാണ് വഴക്കങ്ങ് വഷളായത്. സത്യം പറഞ്ഞാൽ മസ്താനിയുടെ ആ ഒരു ചോദ്യമാണ് എല്ലാത്തിനും കാരണം. ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ നീ ഇവിടെ നിന്നും പുറത്തു പോയതെന്ന്. ബിൻസി വളരെ ഷൗട്ട് ചെയ്ത് തന്നെയാണ് മസ്താനിയോട് സംസാരിച്ചത്. എൻ്റെ ചാച്ചൻ ആ ഓട്ടോ ഓടിച്ചു തന്നെയാണ് എന്നെ ഇവിടം വരെ വളർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ RJ ബിൻസി ഇവിടെ നിൽക്കുന്നത്. എനിക്ക് നല്ല തന്തയുണ്ട്. നിന്നെ ഒന്നും അടിച്ച് വളർത്താത്തതിൻ്റെ ഗുണമാണ് നീ കാണിക്കുന്നത്. എന്താണ് നിനക്ക് ഓട്ടോ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം? നീ ചെയ്തതിൻ്റെയാണ് നീ അനുഭവിക്കുന്നത്. പുറത്തിറങ്ങി നിനക്കിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ടോ? 14-ാം ദിവസം ബിൻസി ഇവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ വളരെ അന്തസ്സായിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ നിന്നെ ഇവന്മാരൊക്കെ എങ്ങനെയാടി പറഞ്ഞു വിട്ടത്? ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അടിച്ച് ശരിയാക്കിയേനെന്നൊക്കെ ബിൻസി മസ്താനിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പക്ഷേ മസ്താനി ഒരക്ഷരം മിണ്ടുന്നില്ല. ബിൻസി മസ്താനിയുടെ വാ അടപ്പിച്ചു എന്ന് തന്നെ പറയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.